ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഒരുവിധം എല്ലാവർക്കും സുഖം തന്നെ. ഇന്ന് ഇവിടെ വെളിയങ്കോട് പള്ളിയിലെ ഉമ്മർ ഹാദി തങ്ങളുടെ ആണ്ട് നേർച്ചയാണ്. അപ്പം മോനും അവൻ്റെ കൂട്ടുകാരനും കൂടിയിട്ട് ചോറ് മേടിക്കാൻ വേണ്ടി പോയി. അവൻ്റെ കൂട്ടുകാരൻ്റെ ഉപ്പാൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ അവരിവിടെ വന്ന് താമസിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ രാവിലെ വിളിച്ചതാണ് മോനെ വിളിച്ചിട്ട്. അപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പം മോനും കൂടി പോയി. അങ്ങനെ അവർ ചോറൊക്കെ മേടിച്ച് പോന്നു. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഓട്ടോയിലുണ്ട് പോകുമ്പോൾ നടന്ന് പോയിട്ടാണ്. അങ്ങനെ അപ്പോൾ കൊണ്ടുവന്നത് ഒരു പ്ലേറ്റിലേക്ക് എടുത്തതാണ്. പിന്നെ കുറച്ച് ഇതിങ്ങനെ കിട്ടുമ്പോൾ വർഷം അങ്ങനെ പള്ളിക്ക് നിന്ന് ചോറ് കൊണ്ടുവരുമ്പോൾ ഇത് കിട്ടാത്ത വീട് എവിടെ വെച്ചാൽ നമ്മൾ അടുത്ത വീട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കും. അങ്ങനെ നമ്മൾ ആ കൊടുത്ത് നമുക്കുള്ളത് നമ്മളിവിടെ വെച്ചു. കുറച്ച് ചിക്കൻ മേടിച്ചു, അതിലേക്ക് കറി വേണ്ട. അപ്പോൾ ചിക്കൻ മേടിച്ചിടുന്നു. കുട്ടികൾ തന്നെ പോയിട്ട് മേടിച്ചിടുന്നു. അങ്ങനെ കറിക്കുള്ള സെറ്റപ്പ് ചെയ്ത് കറി വെച്ചുട്ടാ. പിന്നെ കറി വയ്ക്കണമൊക്കെ വീഡിയോ എടുത്തില്ല, കുട്ടികളപ്പോഴേക്കും കളിക്കാൻ വേണ്ടി പോയി. പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു, അത് വറുത്തു. അങ്ങനെ ഇന്നത്തെ ദിവസങ്ങൾ ഇങ്ങനെ. തയ്ക്കാനുണ്ട്, യൂണിഫോം നാളെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു തിരക്കുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ. അങ്ങനെ കാര്യങ്ങൾ. തയ്യൽ ഷോപ്പിൽ പോയിട്ടില്ല, ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ വീട്ടിലത്തെ പണികളും പിന്നെ തയ്ക്കലും തയ്യൽ ഷോപ്പിൽ പോലെല്ലാം കൂടി നടക്കില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് പറ്റണമാതിരി ചെയ്യാമെന്ന് കരുതി. അങ്ങനെ വീട്ടിലൊരു മെഷീനുണ്ട്, അപ്പോൾ ഇടയ്ക്ക് ഇവിടെ നിന്ന് തയ്ക്കും. അങ്ങനെ പിന്നെന്തൊക്കെ ഉണ്ട്? എല്ലാവരും വീഡിയോസ് കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ടാണ്. പിന്നെ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാത്തവരുണ്ട് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ അറിയില്ല, അത് കാരണം കൊണ്ടാന്ന് ചിലർ പറയും ഞങ്ങൾ ലൈക്ക് അടിക്കുള്ളൂ പറയും. അപ്പോൾ അന്നറിയാത്തവരൊന്നും ആരോടും ചോദിക്കണം. അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതേമാതിരി നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ആരുടെ ആയി കഴിഞ്ഞാലും ആരുടെ ചാനലിലത്തെ കാണുകയാണെന്ന് വെച്ചാലും ഒന്ന് കമൻറ്റ് ചെയ്യാനും ഒക്കെ നേരം ഉണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക വെച്ചൊക്കെ പറ്റുമല്ലോ. അങ്ങനെ കുട്ടികൾ കളിക്കാൻ പോയിട്ടുണ്ട്. അവിടെ വിളിച്ച് വരുത്തിയിട്ട് ഭക്ഷണം കൊടുത്തിട്ട് വേണം തയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കാൻ. അതിനിടയ്ക്ക് കുറച്ച് തയ്ക്കുന്ന സാധനം മേടിക്കാനും ഉണ്ട്. അതിന് പൊന്നാനി പോയിട്ട് മേടിക്കും വേണം. സിബ്, ക്യാൻവാസ് ഇതൊക്കെ മേടിക്കണം. കോളറുള്ള ചുരിദാറാണ്. അങ്ങനെ കുറച്ച് പണികളുണ്ട് എൻ്റെ കൂട്ടത്തിൽ. അതിലിടയ്ക്ക് നല്ല മഴയും പെയ്യുന്നുണ്ട്. അങ്ങോട്ട് പോകലും തയ്ച്ചു കൊടുക്കലും എല്ലാതും കൂടി നടക്കുമെന്നുള്ള കാര്യമാണ്. പിന്നെ ഇവിടെ തൊട്ടടുത്തൊന്നുമില്ല മെഷീൻ്റെ സാധനങ്ങൾ കൂടുതലായിട്ട് കിട്ടുന്ന ഷോപ്പ്. ഒരു ഷോപ്പുണ്ട് കേട്ടോ, അത് ഞായറാഴ്ചയായ കാരണം കൊണ്ട് തുറക്കുമെന്നുള്ളൊരു അറിവില്ല. പൊന്നാനിയിലാവുമ്പോൾ പിന്നെ ഏത് കടയിൽ കഴിഞ്ഞ് ചെയ്തതിനൊന്നും തുറക്കുമല്ലോ. അതങ്ങനെ. നല്ല മഴയാണല്ലേ. അതിലിടയ്ക്ക് സ്കൂളിലൊരു മുന്നത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഗ്രൂപ്പുണ്ട്, അതിലിടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഒരു വീഡിയോ എടുത്തതാണ്.
അതിലെടുത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പുറപ്പെട്ടു വിട്ടു. അങ്ങനെ തയ്ക്കേണ്ട സാധനങ്ങൾ മേടിച്ച് കൊടുന്നു തയ്ക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ തയ്ക്കാതിരിക്കേണ്ട ദിവസമായിരുന്നു. ഓർക്കപ്പുറത്താണ് പിന്നെ ചിക്കൻ്റെയും പണികൾ വന്നത്. അത് കാരണം കുറച്ച് നേരം വൈകി. അങ്ങനെ പിന്നെ ഹസ്ബൻഡ് വന്നിട്ടുമുണ്ട്. അപ്പോൾ നെയ്ച്ചോറ് കൊടുന്നപ്പോൾ എന്നാൽ മക്കൾക്കത് കൂട്ടിയിട്ട് കഴിക്കാമല്ലോ, അത് കുട്ടികളെ കൊണ്ട് പേടിപ്പിക്കുക, ചിക്കൻ മേടിച്ച് കറി വെച്ചിട്ട് തയ്ക്കേണ്ട കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ നീങ്ങി. അത് കാരണം കൊണ്ട് നേരത്തിന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പിടുത്തമില്ല. 2-3 കൂട്ടി ഡ്രസ്സ് തയ്ക്കാനുണ്ട്. അപ്പോൾ ആ പരിപാടിയിലാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇതേപോലെ വോയിസ് കൊടുത്തിട്ടുള്ളൊരു വീഡിയോ ഇതേമാതിരി വീട്ടിലെ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള കൂട്ടത്തിൽ ഇങ്ങനെയും ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട് ഇടുകയാണ്. മറ്റേ കുറച്ച് ഷോർട്സ് വീഡിയോ ഇടും, പിന്നെ നേരിട്ട് അങ്ങനെ വീഡിയോ എടുത്തിട്ട് സംസാരിച്ചിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള ആദ്യമായിട്ടാണ്. ഞാൻ കുറേശ്ശെ പഠിച്ച് വരുന്നുള്ളൂ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒക്കെ മറക്കാണ്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഈ ടോപ്പിൻ്റെ വർക്ക് കഴിയാനായി.